ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഉത്സവം എത്തി. അങ്ങനെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങളാണ്. മകരച്ചൊവ്വ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ, അതൊരു 2-3 ദിവസത്തെ വീഡിയോസ് കുറച്ച് ഭാഗമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുത്തിട്ട് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അങ്ങനെ മകരച്ചൊവ്വ നമ്മുടെ വീട്ടിലേക്കും എത്തിയതുപോലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോപ്പി ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ഇത് ഫസ്റ്റ് ദിവസം. രണ്ടാമത്തെ ദിവസം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയായിരുന്നു. അത്താഴപ്പറ എന്ന് പറയും. അപ്പോൾ അതിലൊക്കെ പോയിരിക്കുകയാണ്. പാപ്പിനെയും കൊണ്ട് പോകാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം പോയി എന്താ പറയുക, ഉത്സവം പറഞ്ഞാൽ ഇതാണ് ഉത്സവം. അത്രയ്ക്കും പ്രത്യേകത നിറഞ്ഞൊരു ഉത്സവമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഗംഭീരമായൊരു ഉത്സവം ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ പോയിട്ടില്ല എന്നതാണ് സത്യം. പക്ഷേ ഇങ്ങനത്തെ ഇങ്ങനെ ഇതായത് ഇവിടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പാപ്പിക്കാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ചെണ്ട കൊട്ടലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചെണ്ട കൊട്ടൽ പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. നമുക്ക് തന്നെ ഒരു എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിത്. പാപ്പിയാണെങ്കിൽ ഭയങ്കര സൈലൻ്റ്, ഇതൊക്കെ കണ്ടും കേട്ടും ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് താലം എടുക്കണ ഒരു ചടങ്ങാണ്. നമ്മുടെ ദേവി വീട്ടിലേക്ക് വന്ന ശേഷം നമ്മൾ വന്ന പൂജയൊക്കെ കഴിഞ്ഞിട്ട് അയച്ചു വിടുമല്ലോ, ആ ഒരു ചടങ്ങാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ ശേഷം അതിഗംഭീരമായി പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിതിൽ സൗണ്ടൊക്കെ മ്യൂട്ട് ചെയ്തിടും, അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. നമ്മളുടെ സന്തോഷങ്ങളെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇത്. നമ്മൾ അതാണല്ലോ ചെയ്യുന്നത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ ശേഷം പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വേല വരികയാണ് കേട്ടോ. അങ്ങനെ ഓരോരോ വേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭഗവതിയുടെ രൂപത്തിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 4 ഭാഗത്തുനിന്ന് എന്തോ അങ്ങനെ വരും. എന്നിട്ട് ഇതെല്ലാം വന്ന് അമ്പലത്തിൽ വന്നിട്ട് ഇവരുടെ ഇത് എന്താ പറയുക, കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ അമ്പലത്തിലേക്ക് എവിടേക്കും പോയില്ല. പാപ്പിക്ക് അത്രയ്ക്ക് ഓക്കെ അല്ല, അവൾ ഓക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പോയാൽ അവൾക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പോവാതിരുന്നത്. ഈ പ്രാവശ്യം കുറേ ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഓരോരോ ദിവസം കൊണ്ടുപോകുമ്പോഴും അവൾക്ക് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ മുന്നിൽ കൂടെ വരുന്ന ഒരു കാര്യമാണ്. നല്ല രസമായിരുന്നു കാവടിയാട്ടവും. അതേപോലെ കണ്ടില്ലേ, ഇതിൻ്റെ പേര് പോലും നമുക്ക് ശരിക്കും പറയാനറിയില്ല. എന്താ ചോദിച്ചാൽ നമ്മൾ കണ്ടിട്ടില്ല. കാണാത്ത കാര്യത്തിന് അതാണ് ഇതാണെന്നും പറയണില്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻ്റ് ആയിട്ട് ചെയ്യുക. കാവടിയാട്ടമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കുറേ കളറിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാപ്പിക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ പാപ്പിയും കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് ഭാഗമൊക്കെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞതാ നമ്മുടെ ബാൻഡ് അടിയൊക്കെ വരുന്നുണ്ട്. അമ്മേ, ഇതിൻ്റെ സൗണ്ട് കേട്ട് പാപ്പി ശരിക്കും കുറേ നേരം ആസ്വദിച്ചെങ്കിലും പിന്നെ ഒരു ഇതൊക്കെ തോന്നി. അപ്പോൾ പാപ്പിനെ പതുക്കെ നമ്മൾ പുറത്തേക്ക് അങ്ങോട്ടേക്ക് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ഒരു സംഭവമാണല്ലോ ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊട്ടുപോയ ശേഷം ചെവി ഒന്ന് തുറക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴേക്കും അടുത്തത് ഇതാണ് ലാസ്റ്റത്തത് വരുന്നത് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ചു. താഴെപ്പറയ്ക്ക് പോയി അന്നദാനമൊക്കെ കഴിഞ്ഞ ശേഷം എന്തായാലും ഈ പ്രാവശ്യം അമ്പലത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇവിടെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവരെ കൊണ്ടുപോകണം. പാപ്പിനെ അവൾക്ക് കാണാതിരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കാണുന്ന സമയത്ത് കൊണ്ടുപോകാതിരുന്നാൽ അത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. അവിടെയാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ ഇത് നമ്മുടെ അവിടെ നിന്ന് പോയ ആ വേലൻ്റെ തിരക്കാണ് കേട്ടോ. ഒരു ഭാഗത്തെയാണ് ഇതേപോലെ 4 ഭാഗത്തുനിന്ന് 5 ഭാഗത്തുനിന്ന് എന്താണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. എനിക്കാണെങ്കിൽ അമ്പലത്തേക്ക് പോയി ഒന്ന് തൊഴുതിയിട്ട് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇതിൽ കൂടെ അങ്ങോട്ട് കടന്നിട്ട് ഇടയിൽ വെച്ച് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പാപ്പി ശ്വാസം മുട്ടി ഇതാവും. പിന്നെ അവൾക്ക് ഒരുപാട് തിരക്കും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഏറ്റവും ബാക്കിൽ മാറി നിൽക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. തിരക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് കുറേ സമയമൊക്കെ ഇങ്ങനെ നോക്കി. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ മണ്ണെണ്ണ വായിൽ വെച്ചിട്ട് തീയിൽ തുപ്പിയിട്ട് തീ പറത്തുക, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അത് ദൂരത്ത് നിൽക്കുമ്പോൾ തന്നെ ആ തീൻ്റെ വെക്കയൊക്കെ നമ്മുടെ മേലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് പോയി നിൽക്കാത്തത് നല്ല കാര്യമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ പറ്റുന്നവരൊക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മളെ ഈ പ്രാവശ്യം ഉത്സവമൊക്കെ അടിച്ച് പൊളിക്കേണ്ട ഇതും ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ കുറേ സമയം നിന്ന ശേഷം എന്തായാലും ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല, പതുക്കെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും പാപ്പിയും കൂടി ഇതാ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അമ്പലത്തേക്ക് വന്നിരിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അവിടെ നിന്ന് വന്നാൽ കാവടിയാട്ടമില്ല, ഇവിടെ വന്ന് ഇങ്ങനെ ഓരോരോ ദേശത്തു നിന്ന് വന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ. ഇത് മാത്രമല്ല ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലത്തെ പ്രസാദമൊക്കെ കിട്ടി. പിന്നെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് പരിചയപ്പെടാൻ പറ്റി. ഒരുപാട് പേര് പാപ്പിൻ്റെ വീട് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുള്ളവർ ഒരുപാട് ആളുകൾ പാപ്പിൻ്റെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പാപ്പിക്കുട്ടി എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാത്തവരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് വന്ന് പരിചയപ്പെട്ടു, പാപ്പിൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു, കുറേ സെൽഫി എടുത്തു. അങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി. നമ്മൾ പോകുമ്പോൾ നമ്മളെ ആരെങ്കിലുമൊക്കെ അത് തിരിച്ചറിയുക, നമ്മുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കുക, ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അതേസമയം നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ സഹതാപത്തോടെ നോക്കും. പക്ഷേ ഈ പ്രാവശ്യം ഇവിടുത്തെ ആളുകൾ ശരിക്കും പറഞ്ഞാൽ സഹതാപത്തോടെയല്ല സ്നേഹത്തോടെയാണ് നോക്കിയത്. അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് വരാനും സംസാരിക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ വീഡിയോസ് എടുത്ത് നിങ്ങളെയും എത്തിക്കുക എന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ അമ്പലത്തിലേക്ക് ദേവീൻ്റെ വേഷം കിട്ടിയ 2 ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവരും നമ്മുടെ വീഡിയോസ് കാണുന്ന ചേച്ചിമാരാണ്. ഇത് പാപ്പിക്കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ചോദിച്ചു. പിന്നെ അവരുടെ കൂടെ കുറച്ച് നിന്ന് 1-2 റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരോട് ഇരുന്നും നിന്നും ഒക്കെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാപ്പീൻ്റെ വീഡിയോസൊക്കെ കാണും, ഭയങ്കര ഇഷ്ടമാണ്. പാപ്പിക്കുട്ടി ഓക്കെ ആവും, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നിട്ട് ഒരുപാട് സന്തോഷം തോന്നി. എന്തായാലും നമ്മളിങ്ങനെ വീട്ടിലിരുന്നാണെങ്കിൽ ഇതൊന്നും അവൾക്ക് ആസ്വദിക്കാനോ പറയാനോ ഒന്നും പറ്റില്ലല്ലോ. അതൊക്കെ വലിയൊരു സമാധാനമല്ല. അത് കഴിഞ്ഞ് നമ്മളിരിക്കണം അപ്പുറത്തേക്ക് തന്നെ നല്ല കൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാപ്പി കുറച്ച് നേരമൊക്കെ അതൊക്കെ ഇങ്ങനെ കേട്ട് കൊണ്ട് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. ഭയങ്കര ആദ്യമൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന് അവൾക്ക് അവിടെ നിന്ന് ഇരുന്ന് മതിയായിട്ടുണ്ടെങ്കിൽ നമ്മളെ പിച്ചാനും തല്ലാനും ഒക്കെ നിൽക്കും. ഈ പ്രാവശ്യം പിന്നെ അങ്ങനത്തെ ഒരു സ്വഭാവ കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര ഡീസൻറ്റ് പറഞ്ഞാൽ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. കണ്ണാടിയൊക്കെ വെച്ച് വലിയ കുട്ടികളെ പോലെ നോക്കിയിട്ട് ഇങ്ങനെ ഒക്കെ പരിസരമൊക്കെ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ചെണ്ട കൊട്ടുമ്പോൾ തലയാട്ടുന്ന സമയത്ത് ഇവളും ഇവിടെ ഇരുന്നിട്ട് തലയാട്ടിക്കൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറേ ചേച്ചിമാരുടെ ഇത് എന്ത് കാര്യമാണെന്ന് എനിക്കറിയില്ല, ആർക്കെങ്കിലും അറിയണമെങ്കിൽ കമൻ്റ് ഇടുക ഇത് എന്ത് കളിയാണെന്നുള്ളത്. ഭയങ്കര രസമായിരുന്നു കേട്ടോ, ഭയങ്കര പവർഫുൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുത്തപ്പോൾ അത് വീഡിയോയിൽ കൂടി ഉൾപ്പെടുത്തിയത്. ഭയങ്കര ഇതായിരുന്നു. കുഞ്ഞു പെൺകുട്ടികൾ മുതൽ വലിയ ചേച്ചിമാർ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കളിയാണ് കേട്ടോ അത്. അങ്ങനെ തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ തോന്നി. പിന്നെ അതിലേക്ക് നമ്മുടെ കാളിയൊക്കെ വന്ന് കൊടുങ്ങല്ലൂരമ്മയൊക്കെ വന്ന് ഇതൊക്കെ ആയപ്പോൾ ഭയങ്കര രസമായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ല ഒരു ഇതായിരുന്നു. അതിൽ ഞാൻ കുറച്ച് വീഡിയോ ഒരുപാട് ലെങ്തായി ഇട്ടാലും എന്തായാലും വീഡിയോസ് അങ്ങനെ സ്റ്റക്കായി നിൽക്കും. അപ്പോൾ കുറച്ച് ഭാഗമാണെങ്കിലും നിങ്ങളിൽ എത്തിക്കാമെന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യത്തെ ഉത്സവമൊക്കെ അടിപൊളിയായി. നമ്മുടെ നാട്ടിലിരിക്കുന്ന സമയത്ത് പോലെ നമ്മുടെ അടുത്ത് അമ്പലത്തിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ പൂജ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ പാപ്പിനെയും കൊണ്ട് പോകണില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം എന്തായാലും പോകാൻ സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുമാത്രമല്ല പരിപാടികൾ കുറേ ഉണ്ട് കേട്ടോ. രാവിലെ മുതൽ തുടങ്ങുന്ന പൂജകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അതേപോലെ നമ്മുടെ വീട്ടിന് മുന്നിൽ കൂടി കാവടിയാട്ടം വന്നു. അതേപോലെ തന്നെ അങ്ങനെ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ടാണ്, എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊന്നും. അതേപോലെ തന്നെ നേരെ 3 ദിവസം പിടിച്ചുള്ള പരിപാടിയാണ് കേട്ടോ. ശനിയാഴ്ച ഈ അമ്പലത്തിൽ കൊടിയേറ്റം, അത് കഴിഞ്ഞ് അന്ന് മുതൽ ഉള്ള ഉത്സവമാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് എല്ലാതും കഴിയുക. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ തന്നെ ഒരു എന്താ പറയുക, എന്തോ ഒരു എനർജി കിട്ടണ പോലെയൊക്കെ തോന്നില്ലേ. എന്തായാലും അങ്ങനെ കുറേ സമയം ഇരിക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെ പോയതായിരുന്നു. പക്ഷേ
അത്രയും സമയമൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഈ കളി പൂർത്തിയാവണ വരെയെങ്കിലും ഇരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ പകുതി സമയം ആയപ്പോൾ തന്നെ തണുപ്പ് കാലമല്ലേ, അപ്പോൾ പാപ്പിനെ കൊണ്ട് അധികം സമയം ഇരിക്കാൻ പറ്റില്ല. അവളുടെ ഇങ്ങനെ തണുപ്പ് കയറാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ലെങ്കിലും ഏറെക്കുറെയൊക്കെ കാണാനും കൊട്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റി ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും അങ്ങനെ നമ്മൾ പകുതി സമയമായപ്പോൾ ഞാനും പാപ്പിയും കൂടി ഇങ്ങോട്ട് പതുക്കെ ഇങ്ങനെ വന്നു. പാപ്പിനെ എടുത്തിട്ട് വന്നു. പാപ്പിക്ക് ഒരു 12:30 വരെയൊക്കെ തന്നെ നിന്നോളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രോഷി പിന്നെയും കുറേ സമയം കൂടി അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ അറിയണവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇരുന്നിട്ട് പതുക്കെയാണ് വന്നത്. അങ്ങനെയാണ് പാപ്പി ഇന്നേക്കും പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ നല്ല സുഖമല്ല, അവൾക്ക് പുറത്ത് പോകാനും ഇങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഒരിക്കലും നമ്മൾ മടി പിടിച്ചിട്ട് മിണ്ടാതെ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക, നമ്മളെ ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു രീതിക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം നമ്മൾ ആരെയും ഒന്നും വിചാരിക്കാതെ മടിയും വിചാരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കും ജീവിതം ആസ്വദിക്കാം. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷം ഒക്കെ നമ്മുടെ ജീവിതത്തിലും കിട്ടും കേട്ടോ. ഇവർ ഇങ്ങനെ ആയെന്നുകൊണ്ട് നമ്മൾ പുറത്തൊന്നും കൊണ്ടുപോകാതെ ഇരിക്കുകയാണെങ്കിൽ ഇത്രയും നല്ലൊരു കാര്യം പാപ്പിക്ക് കാണാൻ പറ്റില്ല. നമ്മൾക്ക് അവളുടെ ചിരി കാണാൻ പറ്റില്ല, കളി കാണാൻ പറ്റില്ല അല്ലേ. വീട്ടിലിരുന്ന ആ ഒരു റൂമിൽ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരുന്ന് നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, ഫുഡ് വയ്ക്കുന്നു, കഴിക്കുന്നു, അവളെ കുളിപ്പിക്കണം, അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അങ്ങനത്തെ ഒരു ജീവിതം. ഇടയിലൊക്കെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അടുത്തൊക്കെ ഉണ്ടെങ്കിലൊക്കെ മക്കളിനെയൊക്കെ കൊണ്ടുപോകുക. എല്ലാവരും മടി വിചാരിച്ചു ഇരിക്കാതെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി അവർ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തിൽ അധികം ആളുകളൊന്നും ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ നോക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചൊരു 4 വർഷത്തിന് മുന്നൊക്കെ ആണെങ്കിൽ എന്തോ അപൂർവ ജീവികളെ കാണുമ്പോഴേക്കാണ് ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ പ്രാവശ്യമൊക്കെ ഇവിടുത്തെ ആളുകൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര സ്നേഹത്തോട് അവളെ കാണുമ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. സാധാരണ ഒരു കുട്ടി അത് തന്നെ വലിയൊരു ജീവിതത്തിൽ മാറ്റമല്ലേ നമുക്ക്.